നമസ്കാരം, ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വിശ്വനാഥൻ ആനന്ദിൻ്റെ അതിമനോഹരമായ ഏറ്റവും മികച്ച ഒരു ഗെയിം കാണാം. ഈ ഒരു ഗെയിമിൽ ആനന്ദ് വൈറ്റ് പീസുകളും ജോയൽ ലോട്ടിയർ എന്ന പ്ലെയർ ബ്ലാക്ക് പീസുകളുമാണ്. ഈ ഒരു ഗെയിം നടന്നിരിക്കുന്നത് 1997 സ്വിറ്റ്സർലാൻഡിലെ ബേൽ എന്ന പട്ടണത്തിൽ വെച്ചാണ്. ആനന്ദ് ഇവിടെ പോൺ ടു E4 കളിച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ പോൺ ടു D5, ഇതാണ് സ്കാൻഡിനേവിയൻ ഡിഫൻസ് എന്ന ഓപ്പണിംഗ്. പോൺ ടേക്സ് പോൺ, ക്വീൻ ടേക്സ് പോൺ, ഉടനെ നൈറ്റ് C3 വന്ന് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ A5, ഇതാണ് ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ സ്കാൻഡിനേവിയൻ ഡിഫൻസിൻ്റെ മെയിൻ മൂവ്സ്. ഇവിടെ പോൺ ടു D4 കളിച്ച് ആനന്ദ് സെൻറ്റർ കൺട്രോൾ ചെയ്യുന്നു. ഉടനെ ബ്ലാക്ക് ഇവിടെ നൈറ്റ് F6 ഡെവലപ്പ് ചെയ്യുന്നു. ആനന്ദ് നൈറ്റ് F3 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ പോൺ ടു C6 കളിക്കുന്നു ബ്ലാക്ക്. ഉദ്ദേശം ഈ ഒരു D5 സ്ക്വയർ വീണ്ടും കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ ക്വീൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ തിരിച്ചു പോകാനുള്ള ഒരു പാത്ത് സൃഷ്ടിക്കുക. ഇനി ബ്ലാക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ബിഷപ്പിനെ F5 ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് പോണിനെ E6 ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് ബ്ലാക്കിൻ്റെ ഒരു പ്ലാൻ. ഈ ഒരു സമയത്ത് ബിഷപ്പ് C4 ആണ് ആനന്ദ് കളിക്കുന്നത്. ഉടനെ ബിഷപ്പ് F5. ഈ ഒരു സമയത്ത് കാസ്ലിംഗ് ഒരു മൂവാണ്. എന്നാൽ ആനന്ദ് ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു മൂവ് കളിക്കുന്നു. ഡയറക്റ്റ് അറ്റാക്ക് നൈറ്റ് E5. ഇവിടെ ബിഷപ്പും നൈറ്റും ഉപയോഗിച്ച് ഈ ഒരു F7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം? യെസ്, ഡയറക്റ്റ് പോൺ ടു E6 കളിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. എന്നാൽ ആനന്ദിൻ്റെ അടുത്ത മൂവ് വളരെ വിചിത്രമാണ്. പോൺ G4 ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ കിങ് സൈഡ് വീക്ക് ആവുന്നുണ്ടെങ്കിലും ആനന്ദ് അറ്റാക്ക് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബിഷപ്പിനെ തിരിച്ച് G6 മാറ്റുന്നു. ഉടനെ പോൺ ടു H4, ഇവിടെ അടുത്ത മൂവിൽ പോൺ ടു H5 വന്ന് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യും. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു പോണിനെ പുഷ് ചെയ്ത് H6 വല്ലതും പുഷ് ചെയ്ത് ഇവിടെ ഒരു വെക്കറ്റിംഗ് സ്ക്വയർ ഉണ്ടാക്കിയാൽ തന്നെ അത് ബ്ലാക്കിന് നല്ലതല്ല. കാരണം ഉടൻ തന്നെ ഈ ഒരു നൈറ്റിനെ ക്യാപ്ചർ ചെയ്താൽ ഈ ഒരു F7 പോൺ ഉപയോഗിച്ച് തിരിച്ച് വെട്ടേണ്ടി വരും. അപ്പോൾ ഈ ഒരു E6 പോൺ വളരെ വീക്കാവും. അതേപോലെ എല്ലാ പോണുകളൊക്കെ സ്പ്ലിറ്റായി നിൽക്കും. ബിഷപ്പ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഈ ഒരു പോണിനെയും വെട്ടിമാറ്റാം. അങ്ങനെ ഇതൊരു ബ്ലാക്കിന് നല്ലതല്ല. കിങ് സേഫ് അല്ല അവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റ് D7 ആണ്. ഈ ഒരു നൈറ്റിൽ ഡയറക്റ്റ് അറ്റാക്ക്. അതേപോലെ ഈ ഒരു ക്യൂന് ഉപയോഗിച്ച് ഇവിടെ തിരിച്ച് പോണിനെ കൊണ്ട് വെട്ടി മാറ്റിയാൽ ക്യൂന് ഉപയോഗിച്ച് പോണിനെയും തിരിച്ച് വെട്ടി മാറ്റാം. അങ്ങനെ രണ്ട് അറ്റാക്ക്. ഇവിടെ ആനന്ദ് കളിക്കുന്നത് ആ ഒരു നൈറ്റിനെ തിരിച്ച് വെട്ടുന്നു. നൈറ്റ് ബ്ലാക്കും അതേപോലെ തന്നെ നൈറ്റിനെ വെട്ടുന്നു. ഉടനെ പോൺ H5 കളിച്ച് ബിഷപ്പിൽ അറ്റാക്ക്. ബിഷപ്പ് ഇവിടെ E4 വന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ കാസ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ കിങ് വളരെ ഓപ്പൺ ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആനന്ദ് കാസ്ലിംഗ് നടത്തുന്നില്ല. മറ്റൊരു മൂവുള്ളത് പോൺ റൂക്ക് G1 ആണ്. അല്ലെങ്കിൽ പോണിനെ F3 കൊണ്ടുവരാം. അപ്പോൾ F3 കൊണ്ടുവന്നാലും കിങ് സൈഡ് അത് വീക്കാവും. എന്നിട്ട് ആ ഒരു ബിഷപ്പിനെ തിരിച്ച് കൊണ്ടുപോയി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിന് ഒരു നല്ല പൊസിഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ആനന്ദ് ഇവിടെ കളിക്കുന്നത് റൂക്ക് ലിഫ്റ്റാണ്. റൂക്ക് ടു H3. ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് വിചിത്രമായ ഒരു മൂവ് നടത്തുന്നു. ഇവിടെ ബിഷപ്പിനെ വൈറ്റിൻ്റെ ക്യാമ്പിൽ കൊണ്ടുവന്ന് G2 കൊണ്ടുവന്ന് ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഉദ്ദേശിച്ച് കാണുക, ഈ ഒരു റൂക്ക് ഉപയോഗിച്ച് ഇവിടെ G3 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോയതിന് ശേഷം ഇവിടെ എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയതിന് ശേഷം ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ഒരു അറ്റാക്കും കൂടി കിട്ടും. അപ്പോൾ ഒരു ടെമ്പോ എന്ന് പറയുക, അതിന് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സമയലാഭം കിട്ടും ബ്ലാക്കിന്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മൂവ് ബ്ലാക്ക് കളിക്കുന്നത്. എന്നാൽ ആനന്ദ് ഇവിടെ ഈ ഒരു റൂക്കിനെ G3 കൊണ്ടുവരുന്നതിന് പകരം E3 കൊണ്ടുവരുന്നത്. ഈ ഒരു കിങ്ങിനെ ഡയറക്റ്റ് ആയി ചെയ്യുന്നു. കാരണം ഇപ്പോൾ കാസ്ലിംഗ് നടത്തിയിട്ടില്ല. അതുമാത്രമല്ല ഈ ഒരു സ്ക്വയർ കുറച്ച് റിസ്ക്കിയാണ്. കാരണം നമുക്ക് കാണാം ഈ ഒരു നൈറ്റിന് വേണമെങ്കിൽ ഇങ്ങനെ വന്ന് ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യാം. അത് തന്നെയാണ് ബ്ലാക്ക് ഇവിടെ കളിക്കുന്നതും. ആദ്യം നൈറ്റിനെ B6 കളിക്കുന്നു. ഇവിടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് തിരിച്ച് D3 വരുന്നു. ഉടനെ D5 വന്ന് നൈറ്റ് ഇവിടെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു, ആനന്ദിൻ്റെ റൂക്കിനെ. എന്നാൽ ഈ ഒരു റൂക്കിനെ മാറ്റുന്നതിന് പകരം ആനന്ദ് വളരെ തന്ത്രപരമായ ഒരു മൂവാണ് കളിക്കുന്നത്. ഇവിടെ പോൺ F3 ഈ ഒരു ബിഷപ്പിനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു പോൺ ചെയിൻ ഈ ഒരു ബിഷപ്പിനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. ഇനി കിങ്ങിന് വന്ന് ഈ ഒരു ബിഷപ്പിനെ വെട്ടിമാറ്റാൻ സാധിക്കും. ഉടൻ തന്നെ ഈ ഒരു റൂക്ക് ടെക്സ് നൈറ്റ് ടെക്സ് റൂക്ക് കളിച്ചാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിഷപ്പ് ടെക്സ് നൈറ്റ്, എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ വന്ന് കിങ് കൊണ്ട് ഈ ബിഷപ്പിനെ വെട്ടിമാറ്റാം. അപ്പോൾ ഒരു റൂക്കിന് പകരം 2 പീസുകൾ വൈറ്റിന് ലഭിക്കും. അത് എന്തുകൊണ്ടും നല്ലതാണ് വൈറ്റിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് B4 ഈ ഒരു നൈറ്റിനെ വീണ്ടും പിൻ ചെയ്യുന്നു. ഇവിടെ
ഈ ഒരു പിന്നിൽ നിന്നും മാറുന്നു. കിങ് F2 വന്ന് ആനന്ദ് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഉടനെ ബിഷപ്പ് ടെക്സ് നൈറ്റ്, പോൺ ടെക്സ് ബിഷപ്പ്, ക്വീൻ ടെക്സ് പോൺ, എന്നിട്ട് ഈ ഒരു റൂക്കിനെയും അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു സമയത്ത് റൂക്കിനെ തിരിച്ച് B1 കൊണ്ടുവന്ന് ഇവിടെ B7 പോണിൽ അറ്റാക്ക് കൊടുക്കുന്നു. ഈ ഒരു റൂക്കിനെ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ നമുക്കൊരു ടാക്ടിക്സ് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ഇപ്പോൾ കാസ്ലിംഗ് നടത്താൻ സാധ്യമല്ല. കാസ്ലിംഗ് നടത്തുകയാണെങ്കിൽ ഉടൻ തന്നെ ഇവിടെ ഒരു ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക്, അതേപോലെ നെക്സ്റ്റ് മൂവിൽ ക്വീനെ വെട്ടിമാറ്റാൻ സാധിക്കും. ഈ ഒരു പൊസിഷനിൽ ഇവിടെയും കാസ്ലിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ടാക്ടിക്സ് ഉണ്ടെന്ന് തോന്നാം, പക്ഷേ എങ്കിൽ അത് വർക്ക് ആവില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു സൈഡിലാണ് കാസ്ലിംഗ് നടത്തുന്നതെങ്കിൽ നമുക്ക് റൂക്ക് ടെക്സ് പോൺ, കിങ് ടെക്സ് റൂക്ക് കളിക്കുകയാണെങ്കിൽ ബിഷപ്പ് കൊണ്ടൊരു ചെക്ക് കൊടുക്കാം, എന്നിട്ട് പിന്നീട് ക്വീനെ വെട്ടിമാറ്റാം. എന്നാൽ ഈ ഒരു ടാക്ടിക്സ് അവിടെ വർക്കാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റൂക്ക് ടെക്സ് പോൺ കളിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കിങ് ടെക്സ് റൂക്ക് കളിക്കണമെന്നില്ല. ആദ്യം ഈ ഒരു നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടാം, എന്നിട്ട് ക്വീനിൽ അറ്റാക്ക് കൊടുക്കാം. ഈ ഒരു ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടുകയാണെങ്കിൽ അതിന് ശേഷം റൂക്കിനെ കിങ് ഉപയോഗിച്ച് വെട്ടാം. ഇവിടെ അങ്ങനെയുള്ള ഒരു ടാക്ടിക്സ് വർക്കാവില്ല വൈറ്റിന്. എന്നാൽ ഇതൊന്നുമല്ല ഗെയിമിൽ സംഭവിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ വച്ച് റൂക്കിനെ B7 അറ്റാക്ക് ചെയ്തപ്പോൾ, റൂക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ ഉടനെ ബ്ലാക്ക് ചെയ്യുന്നത് ഈ ഒരു പോണിനെ വെട്ടിമാറ്റുന്നു ക്യൂൻ ഉപയോഗിച്ച്. അതേപോലെ ഈ ഒരു റൂക്കിനെ പിൻ ചെയ്യുന്നു. ഇനി റൂക്കിനെ മാറ്റാൻ പോലും സാധ്യമല്ല. അതുമാത്രമല്ല കിങ് ഉപയോഗിച്ചപ്പോൾ ഈ ഒരു ബിഷപ്പിനെ വെട്ടാനും സാധ്യമല്ല. കാരണം ഉടൻ തന്നെ ഈ ഒരു സപ്പോർട്ട് മാറുകയാണ്. അപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ഈ ഒരു റൂക്കിനെ വെട്ടാം, തിരിച്ച് ബിഷപ്പ് ഉപയോഗിച്ച് വെട്ടിമാറ്റുകയാണെങ്കിൽ ക്യൂൻ ഉപയോഗിച്ച് തിരിച്ച് വെട്ടാം. അപ്പോൾ ബ്ലാക്കിനാണ് കൂടുതൽ പീസുകൾ ലഭിക്കുന്നത് ഈ ഒരു വേരിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ആനന്ദ് കളിക്കുന്നത് വളരെ മനോഹരമായ ഒരു മൂവാണ്. ഇവിടെ റൂക്ക് ഉപയോഗിച്ച് പോണിനെ വെട്ടിമാറ്റി ഒരു റൂക്ക് ഇൻഫിൽട്രേഷൻ നടത്തുകയാണ്. റൂക്ക് ഈ ഒരു 7th റാങ്കിൽ വന്നിരിക്കുകയാണ്. റൂക്ക് എപ്പോഴും 7th റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. എന്നാൽ ഇവിടെയും ബ്ലാക്കിന് ഇപ്പോഴും ഈ ഒരു കാസ്ലിംഗ് നടക്കില്ല. കാരണം കാസ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിഷപ്പ് ടേക്സ് പോൺ ചെക്കാണ്. ഈ ഒരു ചെക്കിന് അല്ലെങ്കിൽ ബിഷപ്പിനെ വെട്ടിമാറ്റിയാണ് ഇവിടെ ക്വീൻ ടെക്സ് ക്വീൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാസ്ലിംഗ് നടത്താൻ സാധ്യമല്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് തന്നെ ആദ്യം ബ്ലാക്ക് കളിക്കുന്നത് റൂക്കിനെ ഇവിടെ സെൻട്രൽ കൊണ്ടുവരുന്നു, D8 കളിക്കുന്നു. പിന്നീട് ഈ ഒരു റൂക്ക് ക്വീൻ്റെ ലൈനിൽ വന്ന് അതിനൊരു സപ്പോർട്ട് കൊടുക്കാം എന്നാകാം ബ്ലാക്ക് ഉദ്ദേശിച്ചത്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വെച്ചാണ് ആനന്ദ് വളരെ തന്ത്രപരമായ ഒരു മൂവ് കളിക്കുന്നത്. ആനന്ദ് തന്നെ അഭിപ്രായപ്പെട്ടത് തൻ്റെ ചെസ് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു മൂവായിട്ടാണ് ആനന്ദിന് ഇത് തോന്നിയത്. അദ്ദേഹം ഇവിടെ ഒരു സൈലൻറ്റ് കില്ലർ മൂവാണ് കളിക്കുന്നത്. ആ ഒരു മൂവ് എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോയുടെ അവസാനത്ത് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് നോക്കാം ആനന്ദ് ഈ ഒരു പൊസിഷനിൽ കളിച്ച മൂവ് എന്തായിരിക്കും എന്ന്. ഓക്കെ, ആനന്ദ് ഇവിടെ കളിക്കുന്നത് ഒരു സൈലൻറ്റ് മൂവ്, പോൺ H6. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ് കളിച്ചതെന്ന് നമുക്ക് ഗെയിം ആദ്യം കണ്ടതിന് ശേഷം ഒന്നുകൂടി വിലയിരുത്താം. ഓക്കെ, ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടുന്നു. ഈ ഒരു സമയത്ത് അടുത്ത ആനന്ദിൻ്റെ കില്ലർ മൂവ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം. റെഡി? യെസ്, ബിഷപ്പ് G6, ക്വീൻ സാക്രിഫൈസ്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റിനെ ഇവിടെ E7 കൊണ്ടുവരികയാണ്. എന്നാൽ നമുക്ക് ക്വീൻ ടെക്സ് ക്വീൻ കളിക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായി ഇവിടെ റൂക്ക് ടെക്സ് പോൺ ചെക്ക്. ഇവിടെ ഈ ഒരു റൂക്കിനെ പോൺ ഉപയോഗിച്ച് വെട്ടാൻ സാധ്യമല്ല. കാരണം ഇതൊരു പോൺ പിൻഡാണ്, ചെക്കാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു വരണം, ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റണം. കിങ്ങിനെ F8 മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക്. കിങ് വീണ്ടും ഇവിടെ G8 മാറിക്കഴിഞ്ഞാൽ ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക് ആൻഡ് മെയ്റ്റ്. ഇതൊരു ചെക്ക് മെയ്റ്റ് ആണ്. അതേപോലെ ഈ ഒരു പൊസിഷനിൽ വെച്ച് കിങ് ഇങ്ങോട്ട് മാറാതെ നൈറ്റ് E7 കളിച്ച് ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ റൂക്ക് ടെക്സ് നൈറ്റ് ചെക്ക്. കിങ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക്. കിങ് വീണ്ടും മാറിക്കഴിഞ്ഞാൽ ബിഷപ്പ് ടെക്സ് പോൺ ചെക്ക് മെയ്റ്റ്. അതാണ് മറ്റൊരു വേരിയേഷൻ. എന്നാൽ ഇവിടെ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. ഇങ്ങനെ ക്വീൻ ടെക്സ് ക്വീൻ കളിച്ചു കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ആവും എന്ന് കണ്ട ബ്ലാക്ക്
ഇവിടെ കളിക്കുന്നത് നൈറ്റ് E7, എന്നിട്ട് ഈ ഒരു റൂക്ക് ഉപയോഗിച്ച് ക്വീനിനെ ഗാർഡ് ചെയ്യുന്നു. എന്നാൽ ആനന്ദ് ഇവിടെ കളിക്കുന്നത് ആദ്യമായി ക്വീനിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ക്വീൻ ടേക്സ് ക്വീൻ, റൂക്ക് ടേക്സ് ക്വീൻ. അപ്പോൾ റൂക്ക് D3യിലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെ ചലഞ്ച് ചെയ്യുന്നു. റൂക്ക് തിരിച്ചു പോകുന്നു. ഉടനെ റൂക്ക് ടേക്സ് റൂക്ക് കളിക്കുന്നു. കിങ് ടേക്സ് റൂക്ക് കളിക്കുന്നു. അപ്പോൾ നേരത്തെ ഇവിടെ D3യിൽ നിന്നും പോയ ബിഷപ്പ് ഒരു ബൂമറാങ് പോലെ തിരിച്ചു വരുന്നു D3യിലേക്ക്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു പൊസിഷനിൽ ഇനി അടുത്ത മൂവുകളിൽ വൈറ്റിന് ഈ ഒരു ബിഷപ്പിനെ വെട്ടിമാറ്റാൻ സാധിക്കും. ബിഷപ്പ് ഇവിടെ ട്രാപ്ഡ് ആണ്, എങ്ങോട്ടേക്കും പോകാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്ക് ഗെയിം റിസൈൻ ചെയ്യുകയാണ്. കാരണം ഈ ഒരു ബ്ലാക്കിൻ്റെ ബിഷപ്പ് കൂടി പോയി കഴിഞ്ഞാൽ വൈറ്റിന് 2 ബിഷപ്പുകളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പീസ് കൂടുതലാണ്. അപ്പോൾ വളരെ കൃത്യമായി വിജയിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഗെയിമിലെ ആ ഒരു പോൺ H6 മൂവ് എന്തിനാണ് കളിച്ചതെന്ന് ഒന്ന് വിലയിരുത്തി നോക്കാം. ഇവിടെ H6 കളിച്ച് പിന്നെ പോൺ ടേക്സ് പോൺ കളിക്കുമ്പോഴാണ് ആനന്ദിൻ്റെ ഒരു സൂപ്പർ മൂവ് വരുന്നത്, ബിഷപ്പ് ടു G6. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ H6 കളിക്കുമ്പോൾ പോൺ ടേക്സ് പോണാണ് കളിച്ചത് ബ്ലാക്ക്. അപ്പോഴുള്ള വേരിയേഷൻ നമ്മൾ കണ്ടു. പോൺ ഇവിടെ G6ൽ വരികയാണെങ്കിലും ഇതേ വേരിയേഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ബിഷപ്പ് കൊണ്ട് പോണിനെ വെട്ടി മാറ്റിക്കൊണ്ട് ഇവിടെ അറ്റാക്ക് ചെയ്ത് ബ്ലാക്കിന് വിജയിക്കാൻ സാധിക്കും. കാരണം ഫോർ എക്സാമ്പിൾ ഇവിടെ ക്വീനെ തിരിച്ചു വെട്ടുകയാണെങ്കിൽ ഉടനെ റൂക്ക് ഉപയോഗിച്ച് ഒരു ചെക്ക് കൊടുക്കാം. കിങ് മാറുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് ആദ്യം വെട്ടിമാറ്റാം ചെക്ക്. ഇവിടെ വരികയാണെങ്കിൽ വീണ്ടും ചെക്ക്. തിരിച്ചു വരികയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് ഇവിടെ ഒരു ചെക്ക്. ഇനി പ്രത്യേകിച്ച് മൂവൊന്നുമില്ല, ബ്ലാക്കിന് എത്രയും പെട്ടെന്ന് തന്നെ വിജയിക്കാൻ സാധിക്കും. ഇതിനെ ബ്ലോക്ക് ചെയ്താൽ തന്നെ ഇതൊരു ചെക്കാണ്, ചെക്ക് മെയ്റ്റ് ആണ്. ഇവിടെ എന്തിനാണ് H6 കളിച്ചത്? H6 കളിക്കാതെ ഡയറക്റ്റ് ഇവിടെ ബിഷപ്പ് കൊണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ റൂക്ക് വന്നു, ഉടനെ H6 കളിച്ചു. H6 കളിക്കാതെ ബിഷപ്പ് ഇവിടെ G6ൽ വന്ന് അറ്റാക്ക് നടത്തുകയാണെങ്കിൽ ഈ ഒരു അറ്റാക്ക് വിന്നിങ് പൊസിഷനിലെത്തില്ല. കാരണം ഇവിടെ ക്വീൻ ടേക്സ് ക്വീൻ കളിക്കുമ്പോൾ നമുക്ക് കാണാം ബിഷപ്പ് കൊണ്ട് വെട്ടിമാറ്റാം. എന്നാൽ ഇവിടെ ഇവിടെ കിങ് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ബിഷപ്പ് ഇവിടെ വരികയാണെങ്കിൽ തന്നെ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം. പിന്നീട് ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിമാറ്റുകയാണെങ്കിൽ കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടിമാറ്റാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പൊസിഷനിൽ വെച്ച് റൂക്ക് ഉപയോഗിച്ച് വെട്ടിയാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അറ്റാക്ക് വിജയത്തിലെത്തില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു പൊസിഷനിൽ വെച്ച് കിങ്ങിന് രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ ബിഷപ്പ് ടേക്സ് പോൺ കളിക്കാൻ സാധ്യമല്ല, കാരണം തിരിച്ച് വെട്ടിമാറ്റാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം അടുത്ത ഒരു മൂവ് എക്സ്ട്രാ ബ്ലാക്കിന് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ഉടൻ തന്നെ ക്വീൻ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ചെക്കൊക്കെ കൊടുത്ത് ഗെയിമിൽ നിന്നും രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ വെച്ച് ആനന്ദ് വളരെ തന്ത്രപരമായ ഒരു മൂവ് നടത്തുന്നത്, പോൺ ടു H6. അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയാലും ഇവിടെ G5ലേക്ക് മാറ്റിയാലും പോൺ ടേക്സ് പോൺ കളിച്ചാലും എല്ലാം ഇവിടെ ഒരു പോൺ ബിഷപ്പ് ടേക്സ് പോൺ ഒരു മൂവ് ആയി മാറും. അല്ലെങ്കിൽ ഈ ഒരു പോൺ ഇവിടെ ആങ്കറിങ് നടത്താൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ റൂക്ക് വന്ന് ചെക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു പോൺ ഇവിടെ ഒരു ആങ്കറായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ ഏറ്റവും മികച്ച ബ്ലാക്കിൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോൺ ടു H6 കളിച്ചപ്പോൾ ബ്ലാക്കിന് ചെയ്യാൻ നല്ല മൂവ് ഉണ്ടായിരുന്നത് ഇവിടെ പോൺ ടേക്സ് പോണോ അല്ലെങ്കിൽ പോണിനെ മുന്നോട്ടേക്ക് നീങ്ങുന്നതല്ല, നൈറ്റ് ടേക്സ് ബിഷപ്പ്. ഉടനെ ബിഷപ്പ് ടേക്സ് നൈറ്റ് കളിക്കുമ്പോൾ ക്വീനിനെ തിരിച്ചു മാറ്റുക. എന്നാലും ഈ ഒരു വേരിയേഷനിലും ഇവിടെ പോൺ ടേക്സ് പോൺ കളിക്കുക ആനന്ദിന് തന്നെയാണ് മുൻതൂക്കം കിട്ടുക. കാരണം ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ബിഷപ്പിനെ വെട്ടിമാറ്റാം. പിന്നീട് ബിഷപ്പ് പെയറുകൾ ഉപയോഗിച്ച് ഒരു റൂക്ക് കൊണ്ട് വളരെ സിമ്പിളായിട്ട് കളി ജയിക്കാൻ സാധിക്കും. എന്തായാലും ഇതാണ് ആനന്ദിൻ്റെ ഒരു മികച്ച ഗെയിമുകളിലൊന്ന്. മറ്റൊരു ഗെയിമുണ്ട് ആനന്ദിൻ്റെ തന്നെ ഇമ്മോർട്ടൽ ഗെയിം എന്നറിയപ്പെടുന്നത്. അത് ലെവൺ അറോണിയനുമായി കളിച്ച ഒരു ഗെയിമാണ്. അത് നമുക്ക് പിന്നീട് മറ്റൊരവസരത്തിൽ ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു മൂവ് പ്രത്യേകിച്ച് ആനന്ദിൻ്റെ പോൺ ടു H6 നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.